എന്താണ്? ഞാൻ എഴുതി കഴിഞ്ഞിട്ട്. ഓക്കെ, മാഷാഅല്ലാ, മബ്രൂക്ക്. അയച്ചു തന്നോളൂ കേട്ടോ. അയച്ചു തന്നല്ലോ അല്ലേ? ഓക്കെ, മബ്രൂക്ക്. കുറെ പേര് അയച്ചു തന്നിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊന്നൊരു പ്രാർത്ഥന പഠിച്ചാലോ അല്ലേ? ഏതാ പ്രാർത്ഥന അറിയോ? നിങ്ങൾക്കൊക്കെ അറിയണ പ്രാർത്ഥന. ഓക്കെ, ഇപ്പൊ ലേക്കന്നെ ശരിയായി. ഓക്കെ ഓക്കെ, അതെന്താന്നറിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് അറിയോ? നമ്മള് വേറൊരാളെ കണ്ടുമുട്ടുമ്പോ നമ്മൾ വേറൊരാളെന്നല്ല, എല്ലാവരോടും, ഉമ്മച്ചിനോടും വാപ്പച്ചിനോടും ഇത്താത്തമാരോടും കുഞ്ഞുവാവിനോടും ഒക്കെ നമ്മൾ പറയില്ലേ? അപ്പോഴ് അതിന്റെ അർത്ഥം അറിയോ നിങ്ങക്ക്? ഓക്കെ, അതെന്തായിരുന്നു? അതൊരു പ്രാർത്ഥനയാണ്. ആരോടുള്ള പ്രാർത്ഥന? അള്ളാഹുവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലേ? മാഷാഅല്ലാ, ഈസ വന്നല്ലേ? ഈസ ഇത് ഓൺ ചെയ്യേ, മൈക്ക്. ഈസ മാഷാഅല്ലാ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ വർക്ക് എഴുതി അയച്ചിരുന്നു. ഓക്കെ, എന്താ അർത്ഥം? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഇവിടെ നോക്കൂ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഓക്കെ, വറഹ്മത്തുള്ളാഹി. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാരുണ്യം. ഓക്കെ, കാരുണ്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അള്ളാഹുവോട് ട്ടാ. വബറകാതുഹു എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹങ്ങളും. അപ്പോ പഠിച്ചവന്റെ അടുത്ത് നിന്നുള്ള സലാം എന്ന് പറഞ്ഞാൽ സമാധാനം, റഹ്മത്ത് എന്ന് പറഞ്ഞാല് കാരുണ്യം, ബറക്കാത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ. ഓക്കെ, അപ്പൊ വലിയൊരു പ്രാർത്ഥന അല്ലേ? എന്തൊക്കെ നമുക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിക്കുക അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ്? അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാവട്ടെ. വറഹ്മത്തുള്ളാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യവും, വബറകാതുഹു, അവന്റെ അനുഗ്രഹങ്ങളും. അപ്പൊ നമ്മൾ എന്താ തിരിച്ചു പറയാ? സലാം പറഞ്ഞാൽ എന്താ തിരിച്ചു പറയാ? അസ്സലാമു അലൈക്കും എന്താ പറയാ? ഓക്കെ, വഅലൈക്കും അസ്സലാം. അതൊരു പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ പഠിച്ചവനോട് എന്താ പറയണേ? വഅലൈക്കും, നിങ്ങളുടെ മേലുണ്ടാവട്ടെ. വഅലൈക്കും അസ്സലാം, നിങ്ങളുടെ മേലും സമാധാനം ഉണ്ടാവട്ടെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അനുഗ്രഹങ്ങളും സമാധാനവും കാരുണ്യൊക്കെ നിങ്ങൾക്ക് മേലും ഉണ്ടാവട്ടെ എന്നതൊരു പ്രാർത്ഥനയാണ് കേട്ടാ. അപ്പൊ ഇനി ഓതുമ്പോള് ഇനി നമ്മള് സലാം പറയുമ്പോ അത് ഓർമ്മ വരണം കേട്ടോ, അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ മാഷാഅല്ലാ നമ്മൾ ഇന്നൊരു പ്രാർത്ഥന പഠിച്ചു അല്ലേ? എയ്സ, ഓഡിയോ ഓൺ ആക്കിക്കോ. ഒരുപാട് ശബ്ദങ്ങൾ ബാക്കിൽ ഉണ്ടാവുമ്പോ മാത്രം ഓഫ് ചെയ്താൽ മതി കേട്ടോ. അർമാൻ, ഓഡിയോ ഓൺ ആക്കി മോനെ, ഓഡിയോ ഓൺ ആക്കിക്കോ. അപ്പോ നമുക്ക് തുടങ്ങാം. ഞാൻ ഇന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. എന്തായിരുന്നു നമ്മൾ ഇന്നലെ? ഓക്കെ, ഞാനിതാ വരുന്നു. വരാട്ടോ. നമ്മുടെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. സ്ക്രീൻ വന്നാ? മക്കളെ പറയൂ, സ്ക്രീൻ വന്നാ? വന്നു. നമ്മള് ഇന്ന് ഇത്തിരി പഠിച്ചതിന് ശേഷം നമുക്ക് ബുക്ക് വായിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടിയും വായിക്കാനുണ്ട്, എഴുതാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ എന്താ പഠിച്ചേ?
മറന്നുപോയാ? നമ്മളെന്താ പഠിച്ചേ? ലേക്കിന്റെ ക്യാമറ ക്ലിയർ അല്ലല്ലോ. ലേക്ക് മോളെ, ക്യാമറ ഒന്ന് ക്ലിയർ ആക്കി. ഞാൻ പറഞ്ഞിരുന്നില്ലേ ചുമരിന്റെ അടുത്ത് ഇരുന്നാല് കുറച്ചും കൂടി സൗകര്യമായിരിക്കും. നമ്മൾ ഇരിക്കുമ്പോ എപ്പോഴും ചുമരിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്നാൽ മതി. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടില് ബുദ്ധിമുട്ടുണ്ടാവൂല. അവളുടെ മുഖം കാണുന്നില്ല. ബബ ആ, ബിബി ഓക്കെ എന്നാ പഠിച്ചെന്ന് പറഞ്ഞോർക്ക് ഓക്കെ. മാഷാഅല്ലാ. മബ്രൂക്ക്. ആരാ പറഞ്ഞേ? അലീമ. എല്ലാരോടും ഉപയോഗിക്കുന്നത് റയാൻ പോയാ? ബുബ് ബി പഠിച്ചില്ല. ബബ ബിബി ബുബു ഓക്കെ. ആ ഓക്കെ. ബി ബി ബു. ഓക്കെ. പിന്നെ താ വെച്ചിട്ടൊന്ന് പറഞ്ഞേ. തത്ത തിത്തി ആ, തുത്തു തുത്തു തിത്തി അല്ല. തത്ത തിത്തി തുത്തു. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ലൈക്ക് ക്യാമറ ക്ലിയർ ആയിട്ടില്ല. ഉപ്പാനെ കാണുന്നുള്ളൂ, അവളിനെ കാണുന്നില്ല. ആ, ആള് വലിപ്പല്ല അല്ലേ? എന്നാ ക്യാമറ ഇത്തിരി ഉയരത്തിൽ വെച്ചോ. ഒരു കാര്യം ചെയ്യ്. ഇങ്ങനെ വെച്ചാലോ? ഉമ്മാ, ഇങ്ങനെ എടുക്കണം. ഒരു കാര്യം ചെയ്യ്. ഒന്ന് ഇപ്പൊ തിരിഞ്ഞ ആ തൽക്കാലം ഇവിടെ വെച്ചാലോ? ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അത് പഠിച്ചു അല്ലേ നമ്മള്? ഇനി ഇപ്പോഴും ശരിയല്ല. ഇന്നിപ്പോ ആരൊക്കെ വന്നേ? അലിമ അലീമ. ഓക്കെ. അലീമ, പിന്നെ മിസബ്, അലീമയും മിസബും അർമാനും, പിന്നെ ലൈക്കന്റെ ക്യാമറ പിന്നെയും പോയിട്ടാ. പറഞ്ഞോ. റിയാനൊന്ന് ഇപ്പൊ ശരിയായി, ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഉഷാറായിട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഇന്നലെ ലൈക്ക് ഇതേപോലെ ഒന്ന് ഇടക്ക് പോയല്ലോ, പിന്നെ കണ്ടില്ല. ഇന്നലെ നമ്മള് പഠിച്ചത് ഒന്നും കൂടി പറയാട്ടോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. അലീമ ഇരുട്ടായില്ല മോളെ. ഓക്കെ. നമ്മള് സ്ക്രീന് കാണുന്നില്ലേ? നമ്മള് അലിഫാണ് പഠിച്ചല്ലേ? ഇതെന്താ പറയാ? അലിഫ്. ഓക്കെ. അലിഫ്. ഇങ്ങനെ ഒറ്റക്ക് എഴുതുമ്പോ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് എഴുതുക. അലിഫിന്റെ ഉപയോഗം എന്താന്നാ പറഞ്ഞേ? ആ എന്ന ചിഹ്നത്തെ, ആ എന്ന സൗണ്ടിനെ നീട്ടാൻ ഉപയോഗിക്കും അല്ലെ? അകാരത്തെ നീട്ടാൻ ഉപയോഗിക്കുന്നതാണ് ആ അലിഫ് അല്ലേ? അതാണ് നമ്മള് ബ എന്ന് എഴുതിയിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ മേലോട്ട് കൂട്ടത്തിൽ എഴുതുമ്പോൾ മേലോട്ടാണ് വരക്കുക കേട്ടോ. നമ്മൾ മേലോട്ട് വരച്ചപ്പോ ബാ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് വായിച്ചു? ബാ വായിച്ചിട്ടില്ലേ? അപ്പൊ അലിഫിന്റെ പ്രത്യേകത എന്താ പറഞ്ഞ? അലിഫിന് ശേഷം അല്ലെങ്കിൽ അലിഫിന് ശേഷം ഒന്നും എഴുതൂല കേട്ടാ. അതിനോട് കൂട്ടിയിട്ട് ഒന്നും എഴുതൂല കേട്ടോ. അപ്പൊ അലിഫിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ തുണിയൊന്നും വരച്ച് ഒരു സംഭവം എഴുതൂല കേട്ടോ. നമ്മള് പിന്നെ അലിഫിന് മുമ്പ് എഴുതും. അതാണ് നമ്മൾ ബന എഴുതിയില്ലേ? അലിഫിന് മുമ്പ് അതാണ് ഇതാ. അപ്പൊ നമ്മൾ ഒരു അക്ഷരം നാ എഴുതി അതിന് ശേഷം അലിഫ് എഴുതിയില്ലേ? അതേപോലെ അലിഫിന് എന്ത് വരില്ല? ആ ഈ ഉ അതൊന്നും വരില്ല. അങ്ങനെ പറഞ്ഞില്ലേ നമ്മള്? ഓക്കെ. പിന്നെ വേറെന്താ പഠിച്ചേ? പിന്നെ നമ്മള് എന്താ പറയാ, താറാവിനെ ഒരുക്കാൻ പഠിച്ചു അല്ലേ? താറാവിന്റെ തല വെള്ളത്തിന് മുകളിലും അതിന്റെ ഉടല് വെള്ളത്തിലും. അതിന്റെ അടയാളം എന്താണ്? അതിന്റെ ഐഡന്റിറ്റി എന്താ പറഞ്ഞേ? അടിയിൽ 2 ഡോട്ട് ഉണ്ടാവും പഠിച്ചു അല്ലേ? ഇത് എന്താ പറഞ്ഞേ? നമ്മള് ഈ എന്നുള്ള ഇകാരത്തെ നീട്ടാൻ ഉപയോഗിക്കുന്നു പഠിച്ചു അല്ലേ? അപ്പൊ നമ്മള് ബി. എയ്സ ആദ്യം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇവിടെ പോയി? എയ്സ പോയാ? ബി. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ഓഫ് ചെയ്യുന്നേ? പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? എനിക്ക് ഇങ്ങനെ വെക്കുമ്പോഴേ എന്റെ റൈറ്റിംഗ് പാഡ് അപ്പുറത്ത് വെക്കുമ്പോ എഴുതാൻ കഴിയുന്നില്ല. ടീച്ചർ എന്റെ
സ്പീക്കർ പഠിപ്പിക്കുന്നു വേറെ മൈക്ക് ഓർഡർ ചെയ്ത് കിട്ടിയില്ല, അന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാവും. പിന്നെ നമ്മൾ എന്ത് പഠിച്ചേ? ഉകാരത്തെ നീട്ടാന് നമ്മള് വാവ് പഠിച്ചു അല്ലേ? ഇതെന്താണ്? ഇതിനെ നീട്ടാൻ നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ താഴോട്ട് ഇട്ടിട്ട് പഠിച്ചു അല്ലേ? അതിന് പറയുന്ന പേരാണ് വാവ് കേട്ടോ, വാവ്. നമ്മൾ ഒരുമിച്ച് എഴുതിയപ്പോ എന്ത് വായിച്ചു? വൂ വായിച്ചു അല്ലേ? അപ്പോ ഈ യാന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട് പറഞ്ഞില്ലേ? ഇത് ഒറ്റക്ക് എഴുതുമ്പോഴും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ, എന്നാലും നിങ്ങൾക്ക് വായിക്കാൻ കഴിയുള്ളൂ. റിയാൻ ഇതിലോട്ട് നോക്ക്. മിസാബ് എഴുതല്ലേ മോനെ? എഴുതല്ലേ, ഇങ്ങോട്ട് നോക്ക്. അർമാൻ പോയാ? ഓക്കെ ഓക്കെ. ഈ ലാസ്റ്റിൽ എഴുതുമ്പോഴും ഒറ്റക്ക് എഴുതുമ്പോഴും ഇങ്ങനെ എഴുതുക കേട്ടോ. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ, അലിഫിന് ഇതിന്റെ മുകളിൽ അകാരോ ഇകാരോ ഉകാരോ ഒന്നും വരില്ല പറഞ്ഞില്ലേ? പക്ഷെ യാക്ക് വരും കേട്ടോ. യാ ഇങ്ങനെ ഇട്ടാൽ എന്ത് വായിക്കും? യാ യാ. നാവിന്റെ നടുഭാഗം മേലെ എണ്ണാക്കിൽ തട്ടണം, യാ. അപ്പൊ ഇതിന്റെ അടിയിലിട്ടാൽ എന്ത് വായിക്കും? ഇകാരിട്ടാല് വരട്ടെ ഈ ഈ ഈ എന്നുള്ള ഉച്ചാരണല്ല, ഇകാരം ഈ എന്നുള്ള ഉച്ചാരണം. അപ്പൊ ഈ വായിക്കൂട്ടോ. പിന്നെ ഇതോ ഞാനിത് നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാവും അങ്ങനെ പേടിച്ചിരുന്നു, പക്ഷെ വളരെ പെട്ടെന്ന് എഴുതിയതില്ല. ഇതെന്താണ്? യു. വെരി ഗുഡ്. മിസ്സപ്പ് എഴുതല്ലേ, ഇത് നോക്ക്, ഞാൻ പറയുമ്പോ എഴുതല്ലേ, എഴുതാൻ സമയത്ത്. അപ്പൊ ഇതെന്താ പറയണേ മനസ്സിലാവൂല. നമ്മൾ എന്ത് പറഞ്ഞു? അലിഫിന് ഇങ്ങനെ ആന്നോ ഈന്നോ ഒന്നും എഴുതൂല പറഞ്ഞു. പക്ഷെ യാക്ക് ഇത് യാ എഴുതും, ഈ എഴുതും, യു എഴുതും. അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഒറ്റക്ക് വരുമ്പോ ഇങ്ങനെ എഴുതും, പിന്നെ അവസാനം വരുമ്പോഴും, അതായത് ബി, അപ്പോഴും നമ്മൾ എന്തെഴുതും? ഇങ്ങനെ എഴുതും. പക്ഷെ അതിനുശേഷം വേറൊരു അക്ഷരം വരുമ്പോ നമ്മൾ എങ്ങനെ എഴുതാറിയോ? തോണി വരക്കുന്ന പോലെ തന്നെ എഴുതാം. അപ്പൊ നമ്മൾ എങ്ങനെ അത് യാന്ന് തിരിച്ചറിയാന്നറിയോ? അതിന്റെ അടിയിൽ 2 ഡോട്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു അക്ഷരം കൂടി പഠിച്ചു, യാ. ഓക്കെ. അതിന്റെ ശേഷം വല്ല അക്ഷരങ്ങളും വരുമ്പോ നമ്മള് അതിന്റെ താഴെ ഇട്ടിട്ട് അപ്പൊ നമ്മൾ താറാവിനല്ല വരക്കുക കേട്ടോ. അപ്പൊ യാ ഈ യു ഇതെങ്ങനെ തെറ്റിപ്പോവില്ലല്ലോ, കാരണം നമ്മൾ മുകളിൽ 2 ഡോട്ട് ഇട്ടപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? താ പറഞ്ഞു അല്ലേ? മുകളിൽ 1 ഡോട്ട് ഇട്ടപ്പോ നാ പറഞ്ഞു. ഓക്കെ. മുകളിൽ 3 ഡോട്ട് ഇട്ടപ്പോ എന്താ പഠിച്ചേ? സാ പഠിച്ചു അല്ലേ? അതുപോലെ താഴെ 1 ഡോട്ട് ഇട്ടപ്പോ നമ്മൾ എന്താ പഠിച്ച? അലീമ പറഞ്ഞേ? ബ. ഓക്കെ, വെരി ഗുഡ്. അർമാൻ എന്താ മുണ്ടാത്തെ? ബ. അടിയിൽ ഡോട്ട് ഇട്ട അക്ഷരമൊക്കെ മറന്നോ? ഇന്നലെ ഉപ്പ വിദേശത്ത് പോയോ? എന്തായിരുന്നു ഇന്നലെ വീട്ടില് പരിപാടി? അർമാന്റെ ഉമ്മല്ലേ എനിക്ക് മെസ്സേജ് വിട്ടേ? ഓക്കെ. അപ്പൊ യാ ഈ യു. ഓക്കെ. അപ്പൊ ഇത് ഓർക്കണം കേട്ടോ. എന്ന് പറഞ്ഞാല് ആക്ക് ശേഷം ഒന്നും എഴുതൂല, അല്ല അലിഫിന് ശേഷം ഒന്നും എഴുതൂല, അലിഫിന്റെ മുമ്പ് എഴുതും. ഇപ്പൊ ബന അല്ലെങ്കിൽ ബ ത എന്നൊക്കെ പറഞ്ഞ് എഴുതും. പക്ഷെ യാ ഒറ്റക്ക് എഴുതുമ്പോ ഈ ഷേപ്പിൽ എഴുതും, അതേപോലെ ലാസ്റ്റിൽ എഴുതുമ്പോഴും ഈ ഷേപ്പിൽ എഴുതും. ഓക്കെ. ഇതിന് ശേഷം അക്ഷരം വരുമ്പോ ഇങ്ങനെ എഴുതും. അതാണ് നമ്മൾ യാ യാ ബീ തു. അത് നമ്മൾ പഠിച്ചിട്ടില്ല, അത് പിന്നെ പറഞ്ഞുതരാം. അതേപോലെ ഇത് നടുവിലൊക്കെ വരുമ്പോ വരും എന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ മുകളില് ഇതുപോലത്തെ സിമ്പൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ യാ ഈ യു വായിക്കും. ഇതില്ലെങ്കിൽ നമ്മൾ അതിനെ നീട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ. ഇതിപ്പോ നമ്മള് ഇകാരത്തെ നീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് പഠിച്ചില്ലേ? അതേപോലെ നമ്മൾ ഒരുമിച്ച് എഴുതണമെങ്കിൽ അതാണ് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇത് എന്താ? യാ. അടിയിൽ 2 ഡോട്ട് ഇട്ടാൽ നമ്മൾ എന്താ വായിക്കുക? യാ. വെരി ഗുഡ്. ഓക്കെ. ബാന്റെ അടിയില് ഇകാരത്തിന്റെ അടയാളം ഇട്ടാല് ബി. ഇപ്പൊ തന്നെ എഴുതല്ലേ? ഇതെന്താ പറയുന്നത് നോക്ക്. ഇങ്ങനെ ഇട്ടാലോ? അപ്പൊ നമ്മൾ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കും, കാരണം ഇതിന് മുകളിൽ ഒന്നുമില്ല. ഇതിന് മുകളിൽ നമ്മൾ ഒരു ചിഹ്നം ഇടുന്നില്ല, അകാരത്തിന്റെ ഇതൊന്നും ഇടുന്നില്ല. ഇതിന്റെ സ്ക്രീനിൽ എഴുതല്ലേ അർമാൻ? അതിന്റെ സ്ക്രീനിൽ എഴുതല്ലേ? ഓക്കെ. അപ്പൊ യബീത്തു. ഓക്കെ. ഇപ്പൊ
ഇപ്പൊ യാന്റെ ഉപയോഗം മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? യാ ഒറ്റക്ക് എഴുതിയപ്പോ നമ്മള് ഇങ്ങനെ എഴുതി. ഞാൻ കാണിച്ചു. ഓക്കെ, ഇതാ ഒറ്റക്ക് എഴുതിയപ്പോ നമ്മൾ ഇങ്ങനെ എഴുതി അല്ലേ? ഓക്കെ, ലാസ്റ്റില് എഴുതിയപ്പോഴും ഇങ്ങനെ എഴുതി. പക്ഷെ അതിനുശേഷം അക്ഷരങ്ങൾ വന്നപ്പോ നമ്മള് ഇങ്ങനെ എഴുതിയ ഉണ്ടോ? അത് ഫസ്റ്റിൽ വന്നിട്ട് അതിന് അകാരത്തിന്റെ അടയാളം കൊടുത്തപ്പോ നമ്മൾ യാ വായിച്ചു. യാ. ആ, ഇത് ബിക്ക് ശേഷം ഒന്നും ഇല്ലാണ്ട് വന്നപ്പോ നമ്മൾ എന്ത് കൊടുത്തു? നീട്ടാൻ വേണ്ടി ഉപയോഗിച്ചു. യബീത്തു. അങ്ങനെയാണ് നമ്മൾ ഇതിനെ യബീത്തു വായിച്ചത്. ഓക്കെ, അപ്പോ ഇംഗ്ലീഷിൽ ABCD പഠിച്ചവരുണ്ടെങ്കിൽ ഇത് ലോങ് വവൽസ് ആണ്. എന്തൊക്കെ? ഇങ്ങനെ എഴുതിയാണ് താറാവിൻ്റെ ഞാൻ ഇത് ഈ അക്ഷരത്തിന് ശേഷം വേറെ ഒന്നും ഇതിന്റെ താറാവിനുള്ളത്. പിന്നെ ഒരു അക്ഷരത്തിന് തോന്നി വരും. ടീച്ചർ പറഞ്ഞു ഇതൊന്നും വായിക്കണം. ഈ പത്രം അടിയിൽ വരെ വന്ന് കുത്തണം. യാ ഇതിന്റെ ഇത് ഒരു കുത്ത് വന്നാല് പിന്നെ ഒന്നുമില്ല. എബി ടീച്ചറെ ഇതിങ്ങനെ വന്നാൽ ടീച്ചർ പോയാ രണ്ടാമത്തെ മൂന്നാമത്തെ ടീച്ചറെ അതിന്റെ വര മാത്രമേ മാറി, ചുറ്റു മാറില്ല കേട്ടോ. കുറച്ച് വിട്ട് എഴുത്. തീരെ വലിപ്പയില്ല എഴുതുന്നേ. കുത്തിട്ട് ലേക്ക എഴുതില്ലേ? ടീച്ചർ മൂന്ന് കുത്തല്ലേനല്ലോ. പക്ഷെങ്കിൽ പറയുന്നത് വീഡിയോ ഓഫ് ആക്കുന്നത് ഇല്ല. പക്ഷെ പറയുന്നത് അത്യാവശ്യം ഓവർ സൗണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡിസ്റ്റർബ് വരുമ്പോൾ മാത്രമേ മ്യൂട്ട് ആക്കാവൂ, അല്ലാണ്ട് ആക്കാൻ പാടില്ല ഇപ്പം പറയും. അടുത്ത വരി എഴുതിക്കോ. ഞാൻ പറയുന്നത്
Young. Young. ഞാൻ ഇങ്ങനെ എഴുതി പഠിച്ചിട്ടില്ല. അത് എഴുതിയോട് ചേരുന്നു. എഴുതലേക്കാ Eddie. Baba. 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 Sabata. ഇതാണ് Saba. ഇതെന്നാ വായിക്കുക Ta. തായത് Sabata. പാറത്താണോ ഇതെന്നാ വായിക്കുക അക്ഷരം Saba. Saba. രണ്ട് കുത്തിയിട്ടാണ് എന്നാ വായിക്കുക Ta. അപ്പൊ ഇത് നീട്ടിയാല് Saba. ഓക്കെ Ya. ആ Yadai. Yadava. Yeah. Yadavatun. Yeah. Yadavatun. ആദ്യം ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്ക് യാ കഴിഞ്ഞ പിന്നെ അടുത്ത വരി ഈ അക്ഷരം വായിക്കുക Yava. വ എന്നാണ് അത് താന ഊച്ചിനല്ലത് Uchina. ആ ഊത്തുന്നതിന് നീട്ടുന്നതാണ് അത് ഇനി പഠിപ്പിച്ചല്ലത് ഇല്ല യത്തൂബു എന്താ വായിക്കുക അതാ പറഞ്ഞത് ഊ ചിഹ്നാണ് ഈ ചിഹ്നം പോലെ ഊ ചിഹ്നം നീട്ടുന്നത് യത്തൂബു ഇത് വായ പുത്തത്തി ഓയിക്കോട്ടെ അത് വായാണ് അത് ഇതിന് ഇങ്ങനെയാണ് ഇടേണ്ടത് പറ സാബ അബ ഉം. യബ യ യബവാ യത്തൂ യതൂബ ബു യതൂബു അടുത്തത് തുബു സുബ 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 തൂബ തൂബ അങ്ങനെ തൂ ഉം. അങ്ങനെ തൂബ തൂവല്ലേ ഇത് ഇതെന്നാ സംഭവം സാല്ലേ ആ സാബ സാബ ഉം. ഇത് യതാബ് യസു യതൂബുൻ യതൂബുൻ തൂബു അടുത്തത് സബ സബാ സബാബു ഉ. ഉം. സബാബു ഇത് ബ ബായ ബയി ബയി ബ ബയി ബ ബീനെ നീട്ടുമ്പോ ഇങ്ങനെയാ വരും യാ വരും ബയി ബാബി എന്താ ചോദിക്കുക ബാബി ബാബി അടുത്തത് എക്സലൻസ് ബാല ഓക്കെ ബാല അടുത്തത് ടീച്ചറുടെ പോയത് എല്ലാരും പോയാ ഞാൻ പോയപ്പോ എഴുതി നോക്കിയാ ഞാൻ പറഞ്ഞിരുന്നില്ല ഇന്നലെ അങ്ങനെ ഞാന് പോയി കഴിഞ്ഞാ വേഗം എഴുതിക്കൊള്ളേണ്ടിന്ന് വായിച്ചോക്കുന്നുണ്ട് എഴുതിയാ ഇത് വായിക്ക വാ ചാ ചാ ഞ വാ ഇത് വായിക്ക ഇത് വായിക്ക ചാ ഈ അക്ഷരം ഓക്കെ അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞ അപ്പൊ വെരി ഗുഡ് അപ്പൊ ഞാൻ ഇടയ്ക്ക് പോയാലും നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി ആ ടൈം ഇട്ടാ ആ ടൈം വെറുതെ കളയരുത് നിങ്ങൾ മുങ്ങരുതേ അപ്പൊ ഇനി ഇങ്ങോട്ട് നോക്കിയേ നമ്മൾ എന്താ പറഞ്ഞ അലിഫ് യാ വാ ഇത് മൂന്നും എന്താണ് ലോങ് വാവൽസ് ഓക്കെ നമ്മൾ വാവൽ സിമ്പൽ പഠിച്ചില്ലേ അകാരം വികാരം ഉകാരം എന്നൊക്കെ ഇത് ശ്രദ്ധിക്കും ലൈക്ക ഇങ്ങോട്ട് നോക്ക് ലൈക്ക മോൾ എന്താണ് ഇതെന്താണ് ലോങ് വാവൽസ് ആണ് ഇതില് അലിഫിന് നമ്മൾ പറഞ്ഞു അലിഫിന് നമ്മൾ ഇതൊന്നും വരില്ല ഓക്കെ യാ ഇന് വരും അല്ലേ നമ്മൾ പറഞ്ഞില്ലേ യാ ഇന് അകാരോ ഇകാരോ ഉകാരം വരും വാവിനും വരും അല്ലേ ഓക്കെ അപ്പൊ നമ്മളിത് എന്താ വായിക്കുക അപ്പൊ നമ്മൾ 3 അക്ഷരം പഠിച്ചു അലിഫ് പഠിച്ചു അലിഫിന് നീട്ടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ യാ ഇതാ യാ പഠിച്ചു വാ പഠിച്ചു അല്ലേ വാ ഇതെന്താണ് ഇത് ലോങ് വാവൽസും ആണ് കൺസോണന്റ് ആണ് കൺസോണന്റ് എന്ന് പറഞ്ഞാല് ഇതേപോലത്തെ സിമ്പലുകൾ പിന്നെ കേട്ടായോ കേൾക്കുന്നില്ലേ
ഓക്കെ. ഓക്കെ. കഷ്ടം. ഓക്കെ. അപ്പൊ ലാസ്റ്റ് എഴുതുമ്പോഴും പിന്നെ പറയുന്ന കേൾക്കാം അല്ലാത്ത ഷേപ്പിൽ എങ്ങനെയാണ് ഇങ്ങനെ, അതും അറിയാലോ. ഓക്കെ. ഇതിന് ഇങ്ങനെ ഇട്ടാൽ യാ വായിക്കും, ഇങ്ങനെ ഇട്ടാല് ഈ വായിക്കും, ഇങ്ങനെ ഇട്ടാൽ എന്താ വായിക്കുക? യു. ഓക്കെ. ഓക്കെ. ഇങ്ങനെ ഇട്ടാല് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായിട്ടും നീട്ടാൻ വേണ്ടിട്ട് ഈന്ന് നീട്ടാൻ വേണ്ടിട്ട് അതുപോലെ യബീത്തു. ഓക്കെ. നമ്മളിപ്പോ യബീത്തു പഠിച്ചത് അങ്ങനല്ലേ? ഓക്കെ. അത് പഠിഞ്ഞില്ല. യാ ബീ തു. ഓക്കെ. അപ്പൊ നമ്മൾ യാ വായിച്ചു, ബി വായിച്ചു, തു. ഓക്കെ. തു, യബീത്തു, അങ്ങനെ വായിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിലോട്ടൊന്ന് പോയി നോക്കാം. വാ അങ്ങനെ തന്നെയാണ് കേട്ടോ. വാ എഴുതുമ്പോഴും ഇപ്പൊ നമ്മള് ഒരക്ഷരത്തിന്റെ കൂടെ എഴുതുമ്പോ നമ്മള് എന്തെഴുതി? ബൂ എഴുതി അല്ലേ? ബൂ എഴുതി. ഓക്കെ. ടെക്സ്റ്റിൽ വാക്ക് ഹർക്കത്ത് കൊടുത്തിട്ടില്ല. എന്താ പഠിച്ചോനെ അവിടെ മൊബൈലൊക്കെ അടിച്ചു നോക്കണു അർമാൻ? അർമാൻ? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് പഠിച്ചെന്നറിയോ? വേറെ സവാബ് എന്നാ പഠിച്ചേ. ഓക്കെ. അതെങ്ങനെ വന്നത്? നമ്മൾ സാ കൊടുത്തു, വാക്ക് അകാരത്തിന്റെ അടയാളം എടുത്തു. അപ്പൊ അതെന്താണ്? സ വ, സവ. അതിന്റെ ശേഷം നമ്മൾ ഒരു അലിഫ് ഇട്ട് കൊടുത്താലോ? സവാ, സവാ. ഓക്കെ. സവാബുൻ. ഇങ്ങനെയാണ് നമ്മള് സവാബു അല്ലെങ്കിൽ സവാബ്. അപ്പൊ തൻവീൻ നിങ്ങൾ പഠിക്കൂല. ഓക്കെ. ഓക്കെ. അങ്ങനെയൊക്കെ ഉപയോഗമുണ്ട്. ഇനി നമ്മൾ കൂടുതൽ നമ്മൾ അടുത്ത ഇതിലോട്ട് പോകുമ്പോൾ ഇനി നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ബാക്കി മനസ്സിലായിക്കോളും. ഇപ്പൊ ഇനി കൂട്ടണോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. ടീച്ചറെ പകുതിയെ കാണുള്ളൂ. അത് ശരിയാക്കി തരാം, ശരിയാക്കി തരാം. ഓക്കെ. അപ്പൊ നോക്കിയേ, ഇതെന്താ വായിക്കുക? എന്താ വായിക്കുക? ബാബ. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? ബാ ബാ ബാ. ഓക്കെ. അർമാൻ പറഞ്ഞേ? ബാബ. അപ്പൊ ഇതെന്തായിരുന്നു? ഓക്കെ, വെരി ഗുഡ്. താബ. ഇതോ? യ യ യതൂബു. യതൂബു. അതെങ്ങനെയാ വന്നത്? നമ്മൾ അടിയിൽ 2 ഡോട്ട് ഇട്ടപ്പോ നമുക്ക് മനസ്സിലായി. അതിന്റെ മുകളിൽ അകാരത്തിന്റെ ചിഹ്നം നമുക്ക് മനസ്സിലായി. യ. അത് ഫതഹ എന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും കേട്ടോ. നമ്മൾ ആദ്യം തോണി വരച്ചപ്പോ നമ്മൾ പറഞ്ഞില്ലല്ലോ അത് എഴുതാനാണെന്ന്. അതേപോലെ ഇപ്പൊ ഫതഹ എന്ന് പറയണ്ട. ഇപ്പൊ അകാരത്തിന്റെ അടയാളം എന്ന് പറഞ്ഞ അതുകൊണ്ടാട്ടോ. അപ്പൊ അങ്ങനെ ഇട്ടപ്പോ നമ്മൾ ചെറിയൊരു വര മുകളിൽ ഇട്ടപ്പോ നമ്മൾ എന്ത് വായിച്ചു? ഇതിനെ യാ വായിച്ചു അല്ലേ? പിന്നെ 2 ഡോട്ട് ഇട്ടപ്പോ താക്ക് ഉകാരത്തിന്റെ അടയാളം ഇട്ടപ്പോ തു. അപ്പൊ താനും നീട്ടാനും നമ്മളൊരു വാവ് കൊടുത്തു. അപ്പൊ യതൂ. ഓക്കെ. യതൂ. ബാക്ക് എന്തിന്റെ ചിഹ്നാണ്? ഉകാരത്തിന്റെ ചിഹ്നം. അപ്പൊ നമ്മള് ബു വായിച്ചു. അപ്പൊ യതൂബു. അർമാൻ?
എന്നൊരു ഉഷാറില്ലാത്ത വായിച്ചേ. യതൂബു. ഇനി ലൈക്ക് വായിച്ചത് എന്താ? തവാബ് അത് താബ. എന്നാ പറയുന്നത് പറഞ്ഞേ. തബാബ് താബ. താബ. ആ താബ. എങ്ങനെ താബ വായിച്ചേ? ആ അകലത്ത് നീട്ടാനുള്ള അലിഫ് ഇട്ട് കൊടുത്തത് കൊണ്ട് താ പഠിച്ചില്ലേ? അതാണ് താബ. അടുത്ത വായിക്കാം. ബാന പിന്നെ യ യതൂബു. ഓക്കെ. അപ്പൊ ഇതെന്താവും? താബ. വെരി ഗുഡ്. ഇതോ? ആ ഇത് താബ. ഇത് വീണ്ടും യാ ഥൂ യസൂബു. യസൂബു. ഓക്കെ. ഓക്കെ. ഇതെന്താണ്? അപ്പൊ ഒന്നും കൂടി ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോഴുള്ളൂ ഒന്നും കൂടി ശരിയാക്കും. നോക്കട്ടെ. അത് ചെയ്യാം. ഞാൻ എഴുതിയിട്ട് പഠിക്കാം. ബുക്കിലല്ല. ഒരു മിനിറ്റ്. ബുക്കിലല്ല കേട്ടോ. ഞാൻ ബോർഡിൽ എഴുതി തരാം. അത് നോക്ക്. നമുക്ക് എഴുതിയിട്ട് അതിന് ശേഷം ബുക്കിൽ പഠിച്ചേ. ലാസ്റ്റ് ബുക്കിൽ പോയാൽ മതി. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ പഠിക്കാം. നമ്മളെ വാവിനൊന്നും നീട്ടി പഠിച്ചിട്ടില്ല. ഓക്കെ. ഇത് ഇങ്ങോട്ട് നോക്കി എല്ലാരും. ഞാൻ എഴുതുന്ന വായിക്കണം. കാണുന്നില്ലേ? ഇതെന്താ? എല്ലാരും വായിക്കും. ആ ഇതെന്താ? ബാ. വെരി ഗുഡ്. ആ ഇനി അതും തെറ്റരുത്. ആ ബാബ എഴുതിയിട്ടില്ല. ബാബ എഴുതിയിട്ടില്ല. ഓക്കെ. ആ ടീച്ചർ പറയും എഴുതി മാത്രം വായിച്ചാ മതി. പിന്നെ നമ്മള് എന്താ പഠിച്ചേ? ആ ഇത് വായിച്ചേ. ഇതെന്താ? അല്ല ഇനി ഒരക്ഷരം കൂടി നമ്മൾ പഠിക്കാം. ഇതെന്താണ്? യ. അല്ലേ? യ. ഇങ്ങനെ എഴുതിയാലോ? യാ. ഓക്കെ. ഇതെന്താണ്? ഇതെന്താ? ഇതെന്താ? വാ. ആ ഇങ്ങനെ എഴുതിയാലോ? ഇങ്ങനെ എഴുതിയാലോ? വാ. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ വേറൊന്ന് പഠിക്കാം. കാവ്യൊന്നും എഴുതിയിട്ടില്ല. ഞാൻ എഴുതുന്ന മാത്രം പറയാം. അല്ല, അടിയിൽ ഒരു ഡോട്ട് വന്നാ ബി അല്ലേ? ഡയറി നോക്കാനോ അല്ലെ ക്ലാസ്സിന് ഇരുന്ന് ബോർഡിൽ നോക്കി പറയണേ. അലീമ വർക്ക് വായിക്ക്. ഓക്കെ. ഇതാണ് ഞാ ട്ടോ. മുകളിൽ ഒരു ഡോട്ട് ഇട്ടാലാണ് ഞാ. അടിയിലെത്തപ്പോ നീ ആയി. അതിന്റെ കൂടെ നീ.
ആ നിന്നി ഇനി നോക്കിയിട്ട് വായിക്കുക ബൈഹാർട്ട് ആക്കിയിട്ട് പറയാം നുന്നു അടിയിൽ രണ്ടെണ്ണം ഇട്ടിട്ടപ്പോ ഈ വായിച്ചു. എഴുതിയത് മാത്രം പറ. ഓക്കേ. ഇതെന്നാ ഇപ്പൊ ഞാൻ എഴുതിയ എന്താ? ഈ ഓക്കെ. വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ വാവിന് ശേഷം വേറൊരു അക്ഷരം കൂട്ടി എഴുതൂല കേട്ടോ. വാവിന് ശേഷം അലിഫിന് ശേഷം വേറൊരു അക്ഷരം കൂട്ടി എഴുതൂല. അപ്പൊ നമ്മള് വീന്ന് എഴുതണമെങ്കില് നമ്മള് വേറെ തന്നെ എഴുതണം. ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. വി. ഓക്കെ. ഇനി നമുക്ക് ഉകാരം എഴുതി നോക്കാം. ബൂ. 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 ബൂനെ എങ്ങനെ നീട്ടുക? വാവിട്ട് കൊടുക്കുക. തൂനെ എങ്ങനെ നീട്ടുക? തു തൂ. ഓക്കെ. സു സു. പറയേ, ഞാൻ എഴുതുമ്പോ എന്ത് പറയാത്തെ? ഇങ്ങനെ എഴുതി പഠിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് അത് വായിക്കുമ്പോ മനസ്സിലാവും. വെറുതെ അവിടെ പോയി വായിച്ചിട്ട് കാര്യമില്ല. ശരിയല്ല. ഞാൻ തെറ്റുകളൊന്നും പറഞ്ഞു തരുന്നില്ലല്ലോ. സാക്ക് എത്ര പുള്ളിയാ? 3 പുള്ളി. ഇനി എന്താ? 3. ആ യു. വെരി ഗുഡ്. അപ്പൊ വൂ എഴുതുമ്പോ എന്താവും? വൂനെ നീട്ടാൻ എന്താ കൊടുക്ക നമ്മള്? ഒരു വാവന്നല്ലേ കൊടുക്ക? ആ അപ്പൊ ഇതെന്താ വായിക്ക? വൂ. ഓക്കെ. ഇനി ഇതൊന്ന് വായിച്ചേ, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോ നമുക്ക് മനസ്സിലാവും എഴുതുമ്പോ. ഇനി ഇത് അലീമ വായിക്ക്. അലീമ വായിക്ക. അലീമ മാത്രം വായിക്കും. ഇത് ബൂ അല്ലല്ലോ, ബാ അല്ലേ? ആരാ ബൂ പറയുന്ന? അലിമ ഇത് മൊബൈൽ അടുത്ത് വെച്ചിട്ട് വായിക്കടോ. കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്ന വായിക്ക്. എനിക്ക് കേൾക്കുന്നില്ല. ഇത് ബ. ശ്രദ്ധിക്കട്ടെ, ലൈക്കുമ്പോൾ ശ്രദ്ധിക്കും. മിസ്സാബ് ശ്രദ്ധിക്ക്. ബ ബ. ആ ഇത് ബി ബി. ആ ബു ബൂ. എന്ന് വായിച്ച നിങ്ങള്? ബു ബൂ. ഇത് മാത്രം വായിച്ചാ മതി. ആ ഹൈമി എവിടെയായിരുന്നു? ഹൈമി എവിടെ പോയി? ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇരിക്ക്. ഇതെന്താണ്? ഇത് ഞാൻ വായിച്ചുതരാം, നിങ്ങള് ഒരുമിച്ച് പറയട്ടോ. ത ത. തി തി. തു തു. ഇനി വായിച്ചേ. ആ വെരി ഗുഡ്. മാമാനോട് മറ്റേ ഫോണിൽ വിളിക്കാൻ പറ. വിളിക്കണ്ട. ഇനി ഇതൊന്ന് വായിച്ചത് എന്താണ്? വെരി ഗുഡ്. ഇതാണ് ഞാൻ കേട്ടോ. ആരാ അത് ചോദിച്ചത്? അപ്പൊ അടിയിൽ 2 കുത്തുന്നാല് ഇവിടെ തെറ്റി എഴുതിക്കണല്ലോ. കണ്ടോ? ഇവിടെ എന്താ എഴുതണ്ടേ? ഇവിടെ എന്താ എഴുതിക്കണേ? ഞാന്
ഇവിടെ തെറ്റല്ലേ എഴുതിയേ? നിങ്ങൾ എന്താ പറഞ്ഞുതരാഞ്ഞ്? ഇതാണ് ഞാൻ എഴുതുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണേ ഇല്ല. ഇതുണ്ടോ? നീ ഇത് തെറ്റല്ലേ? അല്ല അല്ലേ? അപ്പൊ അവിടെ എന്താ എഴുതണ്ടേ? ന്യൂ അല്ലേ എഴുതണ്ടേ? എന്തത് തെറ്റൊന്നും നോക്കാത്ത നിങ്ങള്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തെറ്റ് ചെയ്തപ്പോള് നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ടീച്ചർ പറഞ്ഞു അതാണ് ന്യൂ ന്യൂ. ഒറ്റക്ക് എഴുതുമ്പോ അങ്ങനെയല്ല എഴുതാം. ഒറ്റക്ക് എഴുതുമ്പോഴേ വയറിന് ഓക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കൂ. ഇതെന്താ? ഓക്കെ എന്ന് പറഞ്ഞേ. ഓക്കെ. ഇതെന്താണ്? കേൾക്കുന്നില്ലേ? പോയാ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് വാ വാ. അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ അത് പഠിഞ്ഞോ? ഇനി ഞാൻ അടുത്തതൊരു വാക്ക് എഴുതാം. അത് നിങ്ങൾ വായിക്കണം കേട്ടോ. ഓക്കെ. ഇവിടെ എഴുതാം. വായിച്ചു കൊടുത്തിട്ട് ആടെ ചെലവിന് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു നമ്മളോട് പറയുമ്പോഴേക്കും പറയാൻ പറ്റൂലോ. ഇതൊന്ന് വായിച്ചേ. ഇത് വായിച്ചേ. ഇതെന്താണ്? ഇതെന്താ വായിച്ചേ? വെരി ഗുഡ്. ഓക്കെ. ഇനി ഞാൻ അടുത്തൊരു അക്ഷരം എഴുതട്ടെ. നിങ്ങൾ വായിച്ചു തരണം കേട്ടോ. ഓക്കെ. നീട്ടാന് വാവ് വന്നു. അപ്പൊ യത്തൂ അല്ലേ? യത്തൂബു. ഇതിപ്പോ ഏതൊക്കെ അക്ഷരങ്ങളെ നമ്മൾ എടുത്തേ? എവിടെയാ? അതാ ഇതെടുത്തു അല്ലേ? ഓക്കെ. നമ്മൾ ഇതെടുത്തു. അത് ഞാൻ പെന്നോണ്ട് വരച്ചതാ. നമ്മള് യത്തൂബു എന്ന് എഴുതിയപ്പോ ഇതല്ലേ എടുത്തതാ അവിടെ അല്ലേ? നമ്മൾ ഇതെടുത്തു. പിന്നെ എവിടെ എടുത്തു? ഇതെടുത്തു. ഇതാ യത്തൂ. ഇതാ ഇതെടുത്തു അല്ലേ? യത്തൂ. ഓക്കെ. പിന്നെന്താ എടുത്തത്? അത് അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് എഴുതുന്നത് കേട്ടോ. അപ്പൊ ഇത് പഠിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതിയ വായിക്കാൻ കഴിയും. മിസ് ശ്രദ്ധിക്കുക. റിയാന് മനസ്സിലായോ? റിയാൻ, ടീച്ചറിന്റെ മോളെ പേരെന്താന്നറിയോ? റിഹാന. ഓക്കെ. അവളെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. അതെ, വാതിലടച്ചിട്ടുണ്ടെ അവളിനെ പഠിപ്പിക്കൽ സമ്മതിക്കില്ല. അതാണ് ഞാൻ വാതിലടച്ചത്. അപ്പൊ അവള് ഉള്ളപ്പോ കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചേ? യത്തൂബു. അപ്പൊ മനസ്സിലായില്ലേ? യത്തൂബു. ഇതാ ഇവിടുന്ന് നമ്മൾ യാ എടുത്തു, ഇവിടുന്ന് തൂ എടുത്തു, ഇവിടുന്ന് ബു എടുത്തു അല്ലെ? നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ചേർത്തിട്ട് നമ്മൾ യത്തൂബു എഴുതി അല്ലേ?
ഇനി ഞാൻ ഒരു അക്ഷരം കൂടി എഴുതി തരാം. ഒരു അക്ഷരമല്ല, ഒരു വേർഡ് എഴുതി തരാം. നിങ്ങള് പത്തിലാട്ടാ ആ Taba. ആ Taba. താബ, വെരി ഗുഡ്. താബ മനസ്സിലായോ ലേക്ക? താബ മനസ്സിലായ? ഈ പാട്ട് കേൾക്കുന്നുണ്ടാ? അതോ തന്നെയാണോ കേൾക്കുന്നത്? മനസ്സിലായെന്ന് പറഞ്ഞത് എന്താ? ഇതെന്താ? Taba. താബ. Taba. ആ താബ. ഓക്കെ, ഇതോ? Taba. Ya, 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 ya tubu. ഓക്കെ, മാഷാല്ല, വെരി ഗുഡ്. ഓക്കെ, മാഷാല്ല, മബ്രൂക്ക്. ഓക്കെ, ഇനി അടുത്ത അക്ഷരം എവിടെ എഴുതുക? നമുക്ക് രണ്ടും വേണം. കുറച്ച് കാര്യം. അത് പോവില്ല. അപ്പോ ഇവിടെ തന്നെ എഴുതാം, എന്നാലും നിങ്ങൾക്ക് മേലുള്ളത് കാണും. യസൂബു, യത്തൂബു എന്ന് എഴുതിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു വാക്ക് എഴുതാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. എന്നാലും നോക്കാം നമുക്ക്. ഇതെന്താന്ന് പറഞ്ഞേ? പക്ഷെ ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ മാഷാല്ല പെട്ടെന്ന് പഠിക്കുന്നുണ്ടല്ലോ. Taba. 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 Kam. വാ, ആ വാ, വാവിന് നീട്ടാന് അലിഫ്. അപ്പൊ വാ, ആ വാ, വാവിന്റെ മേലെ വികാരത്തിന്റെ അടയാളിട്ടപ്പോ നമ്മള് Taba. ആ സവാബു, സവാബു. ഓക്കെ, വെരി ഗുഡ്. ആ സവാബു. അതേപോലെ ഒരക്ഷരം, ഒരു വാക്കും കൂടി പറഞ്ഞുതരാം. ഇത് നേരത്തെ നമ്മൾ എന്ത് പഠിച്ചേ? ഇതെന്തായിരുന്നു? ഇതെന്താ? ബാബാ. ഓക്കെ, ബാബാ അല്ലെ? നമ്മൾ ബാബാ, നമ്മൾ ഉപ്പാനെ ബാബാ. ചില ആളുകൾ ഉപ്പാനെ ബാബാ വിളിക്കും. അപ്പൊ ഇതെന്തായിരുന്നു? ഇതെന്താവും? ലേക്ക, അർമാൻ എന്നെ കാണുന്നില്ലല്ലോ. ഉണ്ടാ? ഉഷാറില്ലാത്ത ഇതെന്താ വായിച്ച? എന്താ? ബാബി, ബാബി. ഓക്കെ, ബാബാ, ബാബി. ഓക്കെ, ഇനി അത് കാണിച്ചു തരാം. ബാബി, ആ ബൂബി എന്നുള്ളൊരു വേർഡ് ഇല്ലാത്തോണ്ട് ഞാൻ അത് എഴുതുന്നില്ല. ഞാൻ വേറൊന്ന് പഠിച്ചു. ആ ഇത് വായിക്കണം കേട്ടോ. ഇതിൽ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊന്ന് വായിച്ചേ. ആ യബി, യബീതു. മിസ്സബിന് ഗസ്റ്റ് വന്നാ? മിസ്സബ് അവിടെ ഇരുന്നോട്ടെ, ഡോർ അടിച്ചാ പോരെ? യബീതു, യബീതു. ആ നമ്മുടെ ക്ലാസ് ഇപ്പൊ കഴിയും. അത് കഴിഞ്ഞിട്ട് ഗസ്റ്റിനെ സ്വീകരിക്കാം. മിസ്സബ് ഇരുന്നിട്ടെ. ഓക്കെ, മാഷാല്ല, മാഷാല്ല. മിസ്സബിന്റെ ഗസ്റ്റ് നോക്കിയേ. ഹായ്. ഓക്കെ, ആ ഈ ഗസ്റ്റിനെ കണ്ടാൽ ഞാൻ അവന് വായിക്കാനൊന്നും തോന്നില്ല. എന്തായാലും ഗസ്റ്റും കൂടി ഇരുന്ന് പഠിച്ചോട്ടെ കേട്ടാ. അത് കുറച്ച് സമയം കൂടി അല്ലല്ലോ. ഓക്കെ, ഇതെന്താ വായിക്കാ? യബീതു. ഓക്കെ, യബീതു പറഞ്ഞേ.
റിയാൻ വായിച്ചേ ഇതെന്താണ്? യാ ബീ ബീ എന്ന് വായിച്ചത് എന്താണ്? ഇവിടെ അടിയിൽ 2 ഡോട്ടിട്ട് മുകളിൽ ഹർക്കത്തൊന്നുമില്ല, അകാരം ഇകാരം ഒന്നുമില്ല. അപ്പൊ നമ്മള് ബീനെ നീട്ടാൻ വേണ്ടിട്ട് ബീ എഴുതിയതാണ്. അപ്പൊ യാ എഴുതുമ്പോ നമ്മള് അതിനുശേഷം ഉണ്ടെങ്കിൽ നമ്മൾ തോണി പോലെ വരക്ക പറഞ്ഞില്ല, അതാണ് യബീത്തു. ഓക്കെ, വെരി ഗുഡ്. എന്താണ് മിസ്സബ് ഓഡിയോ ഓഫ് ചെയ്താൽ മതി, വീഡിയോ ഓഫ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, ഇനി നമ്മള് വേറെ ഒന്നും പഠിച്ചില്ലേ? നമ്മൾ എന്താ പഠിച്ചേ? ബനാ പഠിച്ചില്ലേ? ബ നാ ഇതെന്താ വായിക്കാ? ബനാ. ഓക്കെ, ലേക്ക് പറഞ്ഞേ, ലേക്ക് പറയൂ. ഇതെന്താ ഇത് 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 ഇതാ ആ പറ. ബനാ, വെരി ഗുഡ്. ഇനി ഇതെന്താ? റിയാൻ പറഞ്ഞേ, റിയാൻ പോയാ? റിയാൻ പോയി. അർമാൻ പറഞ്ഞേ, ഇതെന്താ ഇത്? ഇതാ ആ ഓക്കെ, വെരി ഗുഡ്. നീയുള്ളൂ ബനീ. ബനീ. ഓക്കെ, അത് താറാവ് കുറച്ച് വലുതായി പോയതാ. ബനീ. ഓക്കെ ഓക്കെ. ഇനി വേറെ ഒന്ന് എഴുതി തരാം. അത് അലീമ വായിക്കണം കേട്ടോ. ബനു, മാഷാല്ലാ, വെരി ഗുഡ്. ഇനി ഇവിടെ എഴുതാം. ഓക്കെ, ഇതെന്താ വായിക്ക? ഇതെന്താ? ഇതെന്താണ് മോനെ? ഓക്കെ, വെരി ഗുഡ്. ഇതോ? കാനി. കാനി. ഓക്കെ, അർമാൻ ക്ലിയർ ആവുന്നുണ്ട് വീഡിയോയില്? കാനി എന്താണ്? കാനി. ഇപ്പൊ നിങ്ങൾ ഏകദേശം അതൊക്കെ പഠിച്ചു. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇനിയൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച നിങ്ങൾക്ക് ചിലപ്പോ ഹോംവർക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവും. പറ്റിയിട്ടില്ലെങ്കിൽ എഴുതണ്ട, നോട്ട് ബുക്കിൽ എഴുതിയിട്ട് അയച്ചു തന്നാ മതി. ഓക്കെ, ഇനി ഇതൊന്ന് വായിച്ചേ. ഇനി ചിലപ്പോ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, വായിച്ചേ, എല്ലാവരും വായിച്ചേ. ബാബ, വെരി ഗുഡ്. ബാബ വായിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് അല്ലേ? ഓക്കെ, ഇതെന്താ? ഇങ്ങനെ നോക്ക്, ഇതില് ബോർഡിൽ നോക്കി പറ, സ്ക്രീനിൽ നോക്ക്. താബ, വെരി ഗുഡ്. അത് അങ്ങോട്ട് നോക്കിട്ടല്ല പറയാ, ഇവിടെ നോക്കിട്ട്. എന്താ താബ പറയാൻ കാരണം? എന്താ പറയാൻ കാരണം? മറ്റേ അർമാൻ പറഞ്ഞു കൊടുത്തേ. ഇതെങ്ങനെ താ? ഇത് മുകളിൽ 2 ഡോട്ടിട്ട്, മുകളിൽ 2 ഡോട്ടിട്ട് അതിന്റെ മേലിട്ടു താ. അപ്പൊ അതിന് അലിഫിട്ടപ്പോ താ, അകാരത്ത് നീട്ടാൻ വേണ്ടി അലിഫിട്ടു, അപ്പൊ താ. അടിയിൽ ഡോട്ട് വന്നപ്പോ ബ. അങ്ങനെയാണ് നമ്മളിത് താബ വായിക്കുന്നത് അല്ലെ? അങ്ങനെ വായിക്കണം കേട്ടോ. നമ്മൾ എന്താ നോക്കിയിട്ട് വായിക്കണം. അതിനാണ് നമ്മൾ ആദ്യം തോണി വരച്ചു, എന്നിട്ട് അടിയിൽ ഡോട്ട് ഇട്ടപ്പോ നമ്മളത് യാ എന്നുള്ള അക്ഷരത്തിന്റെ ഐഡന്റിറ്റി എന്താണ്? അതിന്റെ അടിയില് 2 ഡോട്ട്. ഓക്കെ, ഖുറാനിൽ എവിടെ കണ്ടാലും ഇതൊക്കെ മനസ്സിലാവൂലേ? നമ്മൾ എന്തിനാ പഠിക്കുന്നേ? ഖുറാൻ വായിക്കാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ ഇതെന്താണ്? യാ. ഇനി ഇത് വായിച്ചേ. യതൂബു. യതൂബു. ലൈക്ക് പറഞ്ഞേ. യതൂബു, വെരി ഗുഡ്. ഇതെന്താ? അർമാൻ വായിച്ചത് എന്താന്ന്? വെരി ഗുഡ്, വെരി ഗുഡ്. സാബ. ഓക്കെ, ഇനി റിയാൻ പറഞ്ഞത് എന്താന്ന്? അല്ല, ഇതെന്താ?
ഒറ്റക്ക് വായിക്കണം. ഉമ്മച്ചി പറഞ്ഞിരുന്നെ ഒറ്റക്ക്. യാ, ഇത് യാ അല്ലേ? ഇതെന്താണ്? മുകളിൽ 3 ഡോട്ടിട്ടാ നമ്മൾ എന്താ പഠിച്ചേ? സ അല്ലേ? സ. സാക്ക് ഇതുപോലത്തെ ഉകാരത്തിന് ചിഹ്നിട്ടപ്പോ സു. സൂനെ നീട്ടാൻ വേണ്ടി നമ്മള് വാവ് എഴുതി. അപ്പൊ യസൂബു. യസൂബു. എന്താണ്? വെരി ഗുഡ്. ഇനി ഇത് അലിമ വായിച്ചേ. യതുബു അതല്ലതാ. യനുബു ആദ്യം സ, പിന്നെ വ, പിന്നെ അലിഫ് കൊടുത്തു. ആകാരത്തിന് നിന്നിട്ട് അലിഫ് കൊടുത്തപ്പോ വാ ആയി ബു. സവാബു. എന്താണ്? സവാബു. ഇതൊക്കെ ഖുറാനിലുള്ള വേർഡുകളാണ് കേട്ടോ. ഇതെന്താ? അർമാൻ വായിച്ചേ. ഈ ഫോൺ അങ്ങോട്ട് വെച്ചോ. ഈ ഫോണിന്റെ അടുത്തേക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് വരണോ? അങ്ങോട്ട് വെച്ചോ. ബുക്കിന്റെ മേലേക്ക് വെച്ചോ. അതാ ലാപ്പാണ്. ഐപാഡാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ബാബി. ഇതെന്താണ്? ബാബി. ബാബി. ഓക്കെ. ബാന. ഇതെന്താ? ബാന. ഓക്കെ, വെരി ഗുഡ്. ഇതോ? ബാ അല്ലല്ലോ. ആദ്യത്തെ അക്ഷരം എന്താ? വായിച്ചേ. യാ. ബി. അടിയിലൊരു ഡോട്ട് വന്ന ബി. ബീന്റെ അടിയിൽ കണ്ടോ? അപ്പൊ യബീ. യബീനു. ഓക്കെ. അർമാൻ, ഇതെന്താ? യബീനു ഓക്കെ, മാഷാഅല്ലാ. അർമാൻ വായിക്കുമ്പോ അക്ഷരങ്ങൾ നോക്കി വായിക്കുന്നുണ്ട്. അതുപോലെ വായിക്കുക എല്ലാവരും കേട്ടോ. അലീമ. അലീമ. എഴുതല്ല. അലീമ. വായിക്ക്. ആദ്യം വായിക്കുന്ന ആളാണല്ലോ. എന്താ മിണ്ടാതിരിക്കണേ? യബീനു. ഇതെന്താണ് ലൈക്ക് മോള് പറഞ്ഞ? യബീനു. യബീനു. വികാരത്തെ നീട്ടാൻ യാ ഉപയോഗിച്ചു. അപ്പൊ ബീ. യ ബീനു. ഓക്കെ. ഇതെന്താ? ഇത് നിങ്ങൾക്ക് എളുപ്പമാണ്. ഇത് റിയാൻ പറഞ്ഞ. റിയാൻ. നാബ. 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 ഇനി എഴുതുമ്പോ പറഞ്ഞു എഴുതണം കേട്ടോ. ഒരു 5 പ്രാവശ്യമെങ്കിലും പറഞ്ഞു എഴുതണം. നാബ. 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 ഇതെന്താ? യനൂബു. യനൂബു. എന്താണ്? യനൂബു. ഇതെന്താണ്? വെരി ഗുഡ്. ഇത് ബാത്ത. 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 ഇതെന്താ? യബീതു. ഇവിടെ നമ്മള് യബീനു പറഞ്ഞു. ഇവിടെ യബീതു. ഓക്കെ. ഇതെന്താ? ഇതെന്താണ്? ബനാ. അടിയിൽ ഡോട്ടിട്ടപ്പോ ബ. പിന്നെ മുകളിൽ ഡോട്ടിട്ടപ്പോ നാന് നീട്ടിയപ്പോ ബനാ. ഇതോ? അലീമ. വൈങ്ങിയോ? ബനി. എന്താണ്? ബനി. ഇതെന്താ? ബനു. ഇതൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. അലിഫും യാവും വാവും ഒരുമിച്ച് വരുന്നുണ്ട്. ബന, ബനി, ബനു. ഇതെന്താ? താനി. താനി. ഓക്കെ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സാവധാനം പഠിയുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ അതന്നെ. ഇത് ഇനി വേറെ ദിവസം പഠിക്കാം. ഇത് നന്നായി പഠിക്കണം കേട്ടോ. ഇത് നന്നായി പഠിച്ച് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ. റഫിൽ എഴുതിയാൽ മതി. നോട്ടിൽ എഴുതണ്ട. അല്ല, ടെക്സ്റ്റ് ബുക്കിൽ എഴുതണ്ട. റഫിൽ എഴുതിയിട്ട് വായിച്ചിട്ട് എഴുതണം കേട്ടോ. ഇനി അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. വാട്സപ്പിൽ ചോദിച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം. താബ യതൂബു സാബ യസൂബു. താബ യതൂബു സാബ യസൂബു.
സവാബു ബാബി ബാന യബീനു ബാന യബീനു. ഓക്കെ. താബ യതൂബു സാബ യസൂബു ബാന യബീനു. നാബ യനൂബു ബാത്ത യബീത്തു. ബനാ ബനി ബനു സാനി. ഇതൊക്കെ എഴുതിയിട്ട് അയച്ചു തരണം കേട്ടോ. അപ്പം നമുക്ക് നിർത്താം. ഇന്ന് എല്ലാവരും കൊയങ്ങിക്കണം.